ഇന്ന് നമ്മൾ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് തിമോത്തിയോസിനെ ഇത് ലേഖനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രധാനമായും ഒരു ശിഷ്യന് വേണ്ട ചില ക്വാളിറ്റികളെ കുറിച്ച് നമ്മളിന്ന് പരിശോധിക്കുക. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. യേശു എന്ന ഏക ഗുരുവിൻ്റെ ശിഷ്യരായി നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം നമുക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്, അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ കുറേയൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടാകാം. കൃപയാൽ നമുക്ക് ഇനിയും പലതും സാധിക്കും. എന്നാൽ ദൈവമൊന്ന് മനസ്സിൽ കരുതുമ്പോൾ അതങ്ങനെ തന്നെ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥ ശിഷ്യൻ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ആർക്കാണ് ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർ അതിനുശേഷം 12 ശിഷ്യന്മാരിൽ ഏകദേശം 3.5 വർഷക്കാലമുള്ള പരസ്യ ജീവിതത്തിൽ ഒരു പരിധിവരെ യേശു ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും യേശു പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പത്രോസ് മറുപടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ചോദ്യത്തിന് ഞാൻ ആരാണ് എന്നുള്ള യേശുവിൻ്റെ ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശുവിനോട് പലരും പല മറുപടി പറഞ്ഞു. നീ ജെറമിയാണ്, നീ ഏലിയാണ്, നീ പ്രവാചകരിൽ ഒരുവനാണ്, നീ മോശയെ പോലെ, അങ്ങനെ പല അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. പക്ഷെ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അവിടെ പത്രോസിനോട് യേശു പറയുന്നൊരു മറുപടിയുണ്ട്. ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് നിന്റെ ജഡിക മാതാപിതാക്കളല്ല, നിന്റെ ജഡത്തിൽ നീ ജനിച്ചപ്പോൾ നിനക്കുള്ള മാതാപിതാക്കളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യൻ യഥാർത്ഥത്തിലാകണമെങ്കിൽ, യേശുവിന്റെ ശിഷ്യൻ ഞാൻ ആകണമെങ്കിൽ ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി, ഞാൻ പിതാവിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വ്യക്തിയായി മാറണം. പിതാവിൽ നിന്ന് എനിക്ക് നേരിട്ട് പലതും വെളിപ്പെട്ട് കിട്ടണം. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ശിഷ്യനായി എനിക്ക് മാറാൻ സാധിക്കും. നമ്മൾ 4 പ്രധാനപ്പെട്ട ക്വാളിറ്റിയെ നമ്മളൊന്ന് പരിശോധിക്കുക. 4 ക്വാളിറ്റി, അതായത് യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ അവനുണ്ടാകേണ്ട പ്രധാനപ്പെട്ട 4 ക്വാളിറ്റി, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുക. ഒന്നാമത്തെ ക്വാളിറ്റി, ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ ജീവിക്കണം. ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെങ്കിൽ അവൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി, ഞാൻ ജീവിക്കേണ്ടത് ക്രിസ്തുവിലായിരിക്കണം. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം. ഞാനൊരു ശിഷ്യനാണെങ്കിൽ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം. മൂന്നാമത്തെ കാര്യം, എനിക്ക് വരുന്ന സഹനങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവനെ നിഷേധിക്കരുത്, അവനെ തള്ളിപ്പറയരുത്, അവനെ എതിർത്ത് പറയരുത്, ഞാൻ നിഷേധിക്കുന്നവനായിരിക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വാളിറ്റി. നാലാമത്തെ കാര്യം, വിശ്വസ്തനായിരിക്കണം. നാലാമത്തെ വിഷയം, വിശ്വസ്തനായിരിക്കണം. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം കൃത്യമായി തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തൻ്റെ ശിഷ്യനായ തിമോത്തിക്ക് അപ്പസ്തോലനായ പൗലോസ് 2 തിമോത്തി അതിന്റെ 2-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടി ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. ആദ്യത്തെ വാക്ക് വായിക്കുമ്പോൾ നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടി ജീവിക്കും. അവനോടുകൂടെ ജീവിക്കും. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞത് ക്രിസ്തുവിൽ ജീവിക്കണം. യേശുവിൽ എനിക്ക് ജീവിക്കണം. എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ആകണമെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ അവൻ ആദ്യം വേണ്ട കാര്യത്തെക്കുറിച്ച് അവിടെ അപ്പസ്തോലനായ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഒന്നുകൂടി വായിച്ചോ ബ്രദറെ, 11-ാം വാക്യം ഒന്നുകൂടി വായിച്ചോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ അവനോടുകൂടെ മരിച്ചാൽ മാത്രമേ എനിക്ക് അവനോടുകൂടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ അവനോടുകൂടെ മരിച്ചിട്ടില്ലെങ്കിലോ അവനോടുകൂടി ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്താണ് അവനോടുകൂടെ മരിക്കുക? ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അവനോടുകൂടെ മരിക്കണമെന്ന് അപ്പസ്തോലനായ പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനെയാണ് ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്ന് പറയുന്നതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം 2 മുതൽ 8 വരെ വാക്യങ്ങൾ പൗലോസ് അപ്പസ്തോലൻ എന്താണ് ഈ മരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ മരണം എന്താണെന്നുള്ളത് നമ്മൾ ആ വചനത്തിലൂടെ ഒന്ന് വായിച്ചു മനസ്സിലാക്കാം. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. ഒരു വ്യക്തി അവന്റെ പാപത്തിൽ മരിച്ച്
ക്രിസ്തുവിന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് അവൻ എന്ത് ചെയ്തത്? സ്നാനം സ്വീകരിച്ചത്. ഒന്നുകൂടി വായിച്ചോ മോനെ, ആ വചനം വായിച്ചോ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതായത് സ്നാനപ്പെടുക എന്നുദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ശവസംസ്കാരം നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നാനപ്പെടണം, ക്രിസ്തുവിലാകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം അവൻ ചെയ്യേണ്ടത്, ഇപ്പൊ പ്രവീൺ ബ്രദറിനാണ് ആഗ്രഹിക്കുന്നത്, ഓക്കെ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം എന്ന് പ്രവീൺ ബ്രദർ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രദറിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ബ്രദറെ, ആദ്യം ഒരു ശവപ്പെട്ടി വാങ്ങണം, എന്നിട്ട് നല്ല തിരക്കേടില്ലാത്ത തേക്ക് കൊണ്ടോ ഈട്ടി കൊണ്ടോ ഒരു പെട്ടി വാങ്ങി അതിൽ കിടന്ന് കുറച്ചു നേരം സുഖമായിട്ട് കിടന്നുറങ്ങണം. നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിക്കണം, ആ വ്യക്തിത്വം ഇല്ലാതെയാകണം. പഴയ മനുഷ്യൻ പെട്ടിയിൽ അടക്കപ്പെട്ട് മരിക്കണം. എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവ. മരണപ്പെടുന്നത് പഴയ മനുഷ്യൻ. എൻ്റെ പാപകരമായ പഴയ ജീവിതത്തിലെ ഡെസ്റ്റിൻ എന്ത് ചെയ്യണം? മരിക്കണം. അവൻ മരിച്ചിട്ട് അവൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കണം. അതാണ് സ്നാനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ വ്യാഖ്യാനം. അതാണ് 6-ാം അധ്യായം അതിൻ്റെ 2 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ സാധാരണ നമ്മൾ വെള്ളത്തിലൊക്കെ പൊങ്ങുന്ന ആളുകളുണ്ടല്ലേ. ഇവിടെ ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടൊരു സംഭവമുണ്ട്. അവിടെ വെള്ളമില്ല, നമ്മുടെ ഇവിടുത്തെ പോലെ ആവശ്യം പോലെ വെള്ളമുള്ള സ്ഥലങ്ങളല്ല, ഉണങ്ങി വരേണ്ട സ്ഥലമാണ്. അപ്പം ഇവിടെ സ്നാനപ്പെടുത്താൻ വേണ്ടി ഒത്തിരി പേര് സ്നാനപ്പെടാൻ ആഗ്രഹിച്ചിട്ട് ഒത്തിരി ജനം ഇവരെല്ലാവരും കുടങ്ങളിൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ടർപ്പായ ഒരു കുഴി കുത്തിയ ടർപ്പായ ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം നിറച്ച് എല്ലാവരും കുടം കൊണ്ടാണ് വരുന്നത്. 2-3 കുടം കൊണ്ട് ചുമന്നുകൊണ്ടാണ് വരുന്നത്. എവിടെയോ ദൂരെയുള്ള വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചിട്ട് ഇങ്ങനെ മുങ്ങി പൊങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടൊരു സംഭവമാണ്. അപ്പൊ ഇവിടെ പ്രതീകാത്മകമായി ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, ഞാൻ മരിച്ച് ഞാനല്ല ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ വ്യക്തിയാണ്. അപ്പോ അവിടെ വചനം പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ മരിച്ച്. വാക്യം വായിച്ചോ മോനെ, 3-ാം വാക്യം മുതൽ വായിച്ചോ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ഞാൻ സ്വീകരിച്ചത്. എന്നിട്ട് മരണത്തോട് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അവനോടൊത്ത് സംസ്കരിച്ചു, പെട്ടിയിലടക്കി. ശവസംസ്കാര ശുശ്രൂഷയും കഴിഞ്ഞു, തൈലം പൂശലും കഴിഞ്ഞു, ഇനി 7 കഴിഞ്ഞു, 40 കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഓക്കെ, അവിടെ കിടക്കട്ടെ. എന്നിട്ട് അടുത്തത്, ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവനോടൊത്ത് മരിച്ച് സംസ്കരിച്ച് അടക്കപ്പെട്ടത്. അവനോടൊപ്പം നമ്മൾ ആയിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവനോടുകൂടെ നീ ജീവിക്കണമെങ്കിൽ നീ അവനോടുകൂടെ മരിച്ചേ പറ്റൂ. അവനോടുകൂടെ മരിച്ചാലല്ലാതെ നമുക്ക് അവനോടുകൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കാൻ പറ്റും. ഇന്ന് പലർക്കും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്രിസ്തുവിലൊക്കെ ആയിരിക്കും, വിശ്വാസിയായിരിക്കും, ക്രിസ്ത്യാനി ആയിരിക്കും, ലേബൽ ഉണ്ടാകും, ചർച്ചിലെ ഡിനോമിനേഷനിലെ പേരുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ പറ്റാത്തത്? നമ്മുടെ വ്യഗ്രതകൾ, ലൗകിക വ്യഗ്രതകൾ, ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിനോട് ജീവിക്കുന്നത് ഇത്തിരി പ്രശ്നമാണ്. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ യേശുവിനെ വിട്ടിട്ട് നമ്മുടേതായ രീതിയിൽ പല വഴിക്ക് നമ്മൾ ഓടിപ്പോകും. ഇവിടെ വചനം പറയുകയാണ്, അവനോടുകൂടെ മരിച്ചവന് മാത്രമേ അവനോടുകൂടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അവനോടുകൂടെ ഒരുവൻ മരിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക അസാധ്യമാണ്. അവനോടുകൂടെ ജീവിക്കാൻ സാധിക്കത്തില്ല. ഇനി വീണ്ടും ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടെ, അതായത് അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഗലാത്യ അതിൻ്റെ 2-ന്റെ 20-ാം വാക്യം നമ്മളോട് പറയുന്നുണ്ട്. അതുകൂടി വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഓക്കെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, അതായത് യേശുവിനോടുകൂടെ ഞാൻ മരിച്ചു. ഞാൻ യേശുവിനോടുകൂടെ മരിച്ചാൽ ഇനി ഞാനല്ല ജീവിക്കുന്നത്. ആരാണ് ജീവിക്കുന്നത്? ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നമ്മളെ നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കണം, ഇന്ന് ജീവിക്കുന്നത് ആരാണ്? ഞാനാണോ? ഡെസ്റ്റിൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഡെസ്റ്റിനോട് ചോദിക്കണം, ഡെസ്റ്റിൻ, നീ ജീവിക്കുന്ന ക്രിസ്തുവാണോ? നിന്റെ ജീവിതം ക്രിസ്തുവാണോ? അതായത് നിന്റെ സുവിശേഷം മാത്രം ക്രിസ്തു? നിന്റെ വാക്കുകൾ സുവിശേഷമാണ്,
നിന്റെ പ്രബോധനങ്ങൾ സുവിശേഷപരമാണ്, ദൈവവചനമാണ് നീ പറയുന്നത്, പക്ഷെ നിന്റെ ജീവിതം ക്രിസ്തുവിലാണോ? നീ സംസാരിക്കുന്നത് ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചാണ്, പക്ഷേ ഈ പ്രബോധനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും, ഈ പ്രസംഗിക്കുന്ന എന്നോടുകൂടെ, ഈ പറയുന്ന എന്നോടുകൂടെയുള്ള വാക്യമാണിത്. അവനോടുകൂടെ നീ ക്രൂശിക്കപ്പെട്ടാൽ, അവനോടുകൂടെ നീ ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ നിനക്ക് അവനോടുകൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഗലാത്യ ലേഖനം 2:20 പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, യേശുവിൽ ജീവിക്കണമെങ്കിൽ അവനോടുകൂടെ മരിക്കണം, അവനോടുകൂടെ ക്രൂശിക്കപ്പെടണം. അങ്ങനെ ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അവനോടുകൂടെ മരിക്കപ്പെട്ടാൽ പിന്നെ എൻ്റെ പഴയ വ്യക്തിത്വമില്ല, എൻ്റെ പഴയ രീതികളില്ല, എൻ്റെ പഴയ സ്വഭാവമില്ല. അതിൽ നിന്ന് മാറും, എൻ്റെ പുതിയ വ്യക്തിയായി എന്നിൽ മാറ്റമുണ്ടാകും. നമുക്കറിയാം, മാനസാന്തരപ്പെട്ട പല വ്യക്തികളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അവരുടെ പഴയ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. പണ്ടുണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നും വലിയ വ്യതിയാനങ്ങൾ, വലിയ വ്യത്യസ്തതകളുണ്ട്. പണ്ടത്തെ രീതി എന്താണ് നമുക്കറിയാം. ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് ആക്രോശിക്കുന്ന, അല്ലെങ്കിൽ വലിയ പല രീതിയിൽ പെരുമാറുന്ന രീതികളായിരുന്നു. എന്നാൽ ഇന്ന് പല വ്യക്തിത്വത്തിനും ഈ കാര്യത്തിൽ വലിയ വ്യതിയാനമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ട്, നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിത രീതി, ഇവിടെയെല്ലാം വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ ക്രിസ്തുവിൽ മരിച്ചിട്ടില്ല എന്ന ബോധ്യം നമുക്ക് വേണം. ഞാൻ സ്നാനപ്പെട്ടത് യാതൊരുവിധ കാര്യവുമില്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ മരിച്ചിട്ടല്ല സ്നാനപ്പെട്ടിരിക്കുന്നത്. എന്തോ ഒരു ചടങ്ങ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കടത്ത് കഴിക്കൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ എനിക്ക് യാതൊരുവിധ വ്യത്യാസവുമില്ല, മാറ്റവുമില്ല. അതുകൊണ്ട് എനിക്ക് യഥാർത്ഥമായി ക്രിസ്തുവിൽ മരണപ്പെടണം, അല്ലെങ്കിൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണമെന്ന് ഒരു വ്യക്തി തീരുമാനമെടുക്കണം. അതാണ് ഒരു ശിഷ്യന് വേണ്ട ഒന്നാമത്തെ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത നമ്മൾ കണ്ടു, അതായത് വിശ്വസിച്ച് ഉറച്ച് നിൽക്കുക. നമ്മൾ വായിക്കുന്ന 2 തിമോത്തി അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഈ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. 12-ാം വാക്യം വായിക്കാമോ ബ്രദറെ? 12 വായിച്ചോ. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. നാം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവനോടുകൂടെ വാഴും. വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവനോടുകൂടെ ഞാൻ വാഴും. ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അല്ലയോ എന്നെങ്ങനെ പരിശോധിച്ചറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ഉറച്ചാണോ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിച്ചറിയാൻ പറ്റും? ഹാൻസൽ ബ്രദറെ, എങ്ങനെ അറിയാൻ പറ്റുക? ഞാൻ ഉറച്ചാണോ നിൽക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഏത് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആൻഡ്രു ബ്രദർ പറയായിരിക്കും, മൈക്ക് ആൻഡ്രു ബ്രദറിൻ്റെ കയ്യിലുണ്ട്. ആൻഡ്രു ബ്രദർ പറയായിരിക്കും, എങ്ങനെയാണ് നമുക്ക് ഞാൻ ക്രിസ്തുവിൽ ഉറച്ചാണോ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്താ വഴിയുള്ളത്? വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു. വിശ്വാസം പരീക്ഷിക്കപ്പെടണം. വളരെ കറക്റ്റാണ്. ഒരു വിശ്വാസം ഒരു വ്യക്തിയുടെ പരീക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ ഉറച്ചാണ് നിൽക്കുന്നത് എന്ന് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണോ അല്ലയോ അറിയാൻ പറ്റത്തില്ല. ഞാൻ കൃത്യമായി പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഞാൻ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഉറച്ചു നിൽക്കുന്നവനാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അവൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടണം, അവൻ്റെ മുൻപിൽ പ്രതികൂലങ്ങൾ വരണം. പഴയ നിയമസഭയിൽ ആദിമ സഭയിൽ നമുക്കറിയാം, അതായത് പഴയ നിയമസഭയിൽ ആദിമസഭ, അപ്പസ്തോലിക സഭയിൽ, അവിടെ വിശ്വാസികൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വളരെ ഈസി ആയിരുന്നു. കാരണം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കഴുത്തിൽ കത്തി വരുമായിരുന്നു, വാള് വരുമായിരുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമായിരുന്നു. ക്രിസ്ത്യാനി എന്ന് നീ തള്ളിപ്പറയണം, ക്രിസ്തുവിനെ തള്ളിപ്പറയണം. അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നു. യഹൂദരുടെ ഇടയിൽ നിന്നും പ്രതിസന്ധികൾ വരുമായിരുന്നു, അല്ലെങ്കിൽ റോമാക്കാരുടെ ഇടയിൽ നിന്നോ മറ്റ് പേഗൻ ആരാധന രീതികളുടെ അടുത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വരും. അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് 1948 ശേഷം ഇന്ത്യയിലും നമ്മുടെ രാജ്യത്തൊക്കെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു വിശ്വാസ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അല്ലേ? ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നുണ്ടോ? വിശ്വാസ നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിൽ ആരെങ്കിലും നമുക്കെതിരാണോ? നമുക്ക് എവിടെയും പറയാം ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു,
എന്തും നമുക്ക് ഇവിടെ എനിക്ക് വിശ്വസിക്കുന്ന വിശ്വാസം ഏറ്റുപറയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ കുഴപ്പമില്ല. പക്ഷെ നാളെ ഒരിക്കൽ ഒരു പ്രതിസന്ധിയുള്ള അല്ലെങ്കിൽ യേശുവിനെ പറയാൻ സാധിക്കാത്ത ഒരു രാജ്യത്ത് ചെല്ലുമ്പോഴാണ് ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നില്ല എന്ന് കരുതി നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറെ വഴിയില്ലേ? വഴിയുണ്ട്. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക മേഖലകളിലെ കടബാധ്യതകളിലെ എന്ന് വേണ്ട പലവിധ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ മേഖലകളിലൂടെ എല്ലാം നമ്മുടെ വിശ്വാസം പലതരത്തിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കുന്നെങ്കിൽ, ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും കർത്താവിൻ്റെ സവിധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരെ. നമുക്കൊരു വചനം വായിക്കാം. മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 10:22. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദോഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം നിനക്ക് പ്രതികൂലം വരുമ്പോ നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ, നീ വിശ്വസ്തനാണോ, നീ ഉറച്ചു നിൽക്കുന്നവനാണോ എന്ന് പരിശോധിച്ചറിയാം. രോഗബാധിതം വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇതെല്ലാം സ്വാഭാവികമായി ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വരുന്നതാ. ഇങ്ങനെയുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പരിശോധനയാണ്, അല്ല എന്നല്ല. പക്ഷേ അതിനേക്കാളേറെ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണെന്ന് അപ്പസ്തോലനായ മത്തായി തൻ്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മളോട് വെളിപ്പെടുത്തുന്നതാണ്. 10:22 ഒന്നുകൂടി വായിക്കാം. യേശുവിന്റെ നാമം നിമിത്തം, എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും. എല്ലാവരാലും, ലോകം മുഴുവനാലും, ചുറ്റുമുള്ളവരാലും, മനുഷ്യരാലും, വിശ്വാസികളാലും അവിശ്വാസികളാലും നിന്നെ ദ്വേഷിക്കുന്ന, നിന്നെ എതിർക്കുന്ന യേശുവിൻ്റെ നാമനിമിത്തം. ഇന്ന് ആർക്കാണതുള്ളത്? എത്ര പേർക്ക് അതുണ്ട്? എനിക്കറിയാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒട്ടനവധി പേർക്ക് ഈ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ വിഗ്രഹത്തിനെതിരെ സംസാരിക്കും, അന്യ ആരാധനകൾക്കെതിരെ സംസാരിക്കും, അനാചാരങ്ങളെ നമ്മൾ കുമ്പിടത്തില്ല, അതിൻ്റെ മുമ്പിൽ നമ്മൾ തല കുനിക്കത്തില്ല. ഏത് ചർച്ചിലും ഏത് ഡിനോമിനേഷനിലായിരുന്നാലും നമ്മളായിരിക്കുന്ന സഭയിൽ, ഡിനോമിനേഷനിൽ, വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും, എന്നാൽ അവിടെയുള്ള ഈ പറയുന്ന അഴുക്കുകളുടെയോ ഈ പറയുന്ന അന്യ രീതികളുടെയോ ഒന്നിൻ്റെയും മുൻപിൽ തല കുനിക്കാൻ നമ്മൾ തയ്യാറല്ല. പലരും നമ്മൾ പല ആഘോഷങ്ങൾക്കും പല അന്യ രീതികൾക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ വരത്തില്ല എന്ന് പറയത്തുള്ളൂ. ഇവിടെയെല്ലാം നമ്മൾ ഈ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ദ്വേഷം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനെ പ്രതിയാ? യേശുവിൻ്റെ നാമത്തെ പ്രതി. കാരണം എൻ്റെ യേശുവിൻ്റെ മുൻപിൽ അല്ലാതെ മറ്റൊന്നിനെയും മുൻപിൽ തലകുനിക്കാൻ, മറ്റൊന്നിനെയും മുൻപിൽ ആരാധിക്കാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ഒരു തല നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ പറയും, സോറി സഹോദര, ഞാൻ വരുന്നില്ല. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നമുക്ക് എന്ത് വരുന്നു? എൻ്റെ നാമം നിമിത്തം. വായിച്ചോ ബ്രദറെ, ഒന്നുകൂടി വായിച്ചോ. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ. ഇത് ഒരു ദിവസം ഉണ്ടാവും എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ജീവിതത്തിൽ ഒരു ദിവസം ആണോ? അല്ല, 2 ദിവസം അല്ല. ഇത് മറ്റേ പെട്ടിയിലേക്ക് എടുക്കുന്നവരെ ഉണ്ടാവും എന്ന് പറയുന്നത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വിശ്വാസ പരീക്ഷണം അല്ലെങ്കിൽ ഈ പ്രതികൂലം, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയുള്ള ഈ വലിയ പ്രതിസന്ധികൾ എവിടം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞേ? നമ്മുടെ ഈ ശ്വാസം ഈ പറയുന്ന ഈ മൺപാത്രത്തിൽ നിന്ന് എപ്പോൾ ഇല്ലാതെ ആവുന്നോ അവിടം വരെ ഉണ്ടാകും പ്രശ്നങ്ങൾ. നമ്മൾ വിചാരിക്കരുത് ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. മത്തായി സുവിശേഷം 24:13 കൂടി ഒന്ന് വായിക്കാമോ ബ്രദറെ? 24-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. അവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് വചനം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ രാജ്യം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം സകല ജാതികൾക്കും, എല്ലാ വിജാതികളുടെയും നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, ലോകം മുഴുവൻ പ്രസംഗിക്കുമ്പോൾ ഇതിന് അവസാനമാകും. എവിടെ എപ്പോ ആണാവോ കർത്താവേ? സൊമാലിയയിലും അതുപോലെ മറ്റൊരു കാടുണ്ടല്ലോ, ആ കാടിൻ്റെ പേരെന്തായിരുന്നു? ആമസോൺ കാടുകളുടെ അവിടെ ഇരിക്കുന്ന ആദിവാസികളുടെ അടുത്തൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുക. സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലെ അങ്ങേയറ്റം വരെ ഈ സുവിശേഷം എപ്പോൾ പ്രസംഗിക്കപ്പെടുന്നു, അതായത് ഈ ഭൂമിയിലെ സകല വ്യക്തികളും സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഈ പരിപാടിക്ക് ഒരു അന്ത്യമാകുമെന്ന്. യേശുവിനെ കുറിച്ചുള്ള, യേശുവിൻ്റെ നാമത്തെ പ്രതിയുള്ള പീഡനം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എപ്പോൾ?
ദൈവരാജ്യം സമാഗതമാകുമ്പോൾ മാത്രമാണ് അവിടം വരെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള പീഡനങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 2 തിമോത്തി അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. ഞാൻ ഉറച്ചാണ് നിൽക്കുന്നെങ്കിൽ, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, എനിക്ക് വിശ്വാസ പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, എന്തു വന്നാലും ഞാൻ ഉറച്ചാണ് നിൽക്കുന്നെങ്കിൽ അവനോട് കൂടെ വാഴും. എന്താണ് ഈ അവനോട് കൂടെ വാഴും എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തുവാ? ആരോട് കൂടെ വാഴും? യേശുവിനോട് കൂടെ വാഴും. അപ്പൊ യേശുവിനോട് കൂടെ വാഴുന്നത് എവിടെയാ? എൻ്റെ ശ്രമം അല്ലെങ്കിൽ എൻ്റെ യോഗ്യത ഇതൊന്നുമല്ല. നമ്മൾ 0 ആണ്, വട്ടപൂജ്യം. പക്ഷേ കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ, യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ ഞാൻ അവിടെ ചെല്ലും, സ്വർഗരാജ്യത്തിൽ ചെല്ലും. അതാണ് നമ്മുടെ യോഗ്യത. അതാണ് നമ്മൾ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവനോടുകൂടെ വാഴും. ഞാൻ എവിടെ പോകത്തില്ല? ഞാൻ നിദ്രയെ പോകാൻ താല്പര്യമില്ല, ഉറങ്ങിക്കിടക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നിട്ട് കാഹളം മുഴങ്ങുമെന്നും പോരാൻ എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ എവിടെ ആയിരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തുവിനോട് കൂടെ വാഴാനാണ് നമുക്ക് ആഗ്രഹം. ഈ ക്രിസ്തുവിനോട് കൂടെ വാഴണമെങ്കിൽ ഈ കാര്യം വളരെ അത്യന്താപേക്ഷിതമാണ്. അതായത് എല്ലാ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നവൻ, ഏത് പരീക്ഷണത്തിലും നമ്മൾ അവിടെ വീണു പോകാതെ അവിടെ ഉറച്ചു നിൽക്കുന്നവൻ അവനോടുകൂടെ വാഴും, ക്രിസ്തുവിനോട് കൂടെ വാഴും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ, യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 1 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന്. അതായത് യേശു എവിടെയാണോ വാഴുന്നത്, യേശു എവിടെയാണോ ആയിരിക്കുന്നത്, അവിടെ നിങ്ങളും ആയിരിക്കുന്നതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. യേശു എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മളെ നിർത്താനാണ് യേശുവിൻ്റെ ആഗ്രഹം. യേശു എവിടെയായിരിക്കുന്നു അവിടെ നമ്മളെ നിർത്താനാണ് യേശുവിൻ്റെ ആഗ്രഹം. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ബ്രദർ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 14-ന്റെ 2 ഒന്ന് വായിക്കാമോ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നാണോ അല്ലയോ ഉണ്ടാക്കാൻ പോകണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? വാസസ്ഥലം ഉണ്ട് അല്ലേ? ആൻഡ്രു ബ്രദർ സിവിൽ എഞ്ചിനീയർ അല്ലേ? ഓക്കെ, പാസ്സായിട്ടുണ്ട്, സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ വാസസ്ഥലം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചോ, 3-ാം വാക്യം വായിച്ചോ. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത്. അപ്പൊ യേശു പോയി സ്ഥലം ഒരുക്കണം. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ക്ലീനിങ് ആണോ? അവിടെ ഈ മറ്റേ പോച്ചയും മറ്റേ സംഭവമൊക്കെ ഇരിക്കുകയാണോ? അതായത് കാട് പിടിച്ച് കിടക്കണം. കാരണം കുറേ കാലമായിട്ട് താമസം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ അങ്ങനെയല്ല, ഒരു വീട്ടിൽ കുറേ കാലമായിട്ട് താമസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തം പുല്ലൊക്കെ പിടിച്ച്, മാറാമ്പലൊക്കെ പിടിച്ച്, പല്ലിയും മറ്റേ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. സ്വർഗത്തിൽ അങ്ങനെയായിരിക്കുമോ? അതിനൊരു സാധ്യതയില്ല. അപ്പോൾ യേശു പോയി സ്ഥലം ഒരുക്കാമെന്ന് പറഞ്ഞത് എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യേശു പറയാൻ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാം, എന്നിട്ട് ഞാൻ വന്ന്. കഴിഞ്ഞ 2000 വർഷമായി യേശു ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് യേശു വന്നിട്ടുമില്ല അല്ലേ? 2000 വർഷമായി. അപ്പോൾ എന്തോരം പൊടിയും പടലമൊക്കെ ഉണ്ടാവും. കർത്താവേ, ഇതൊക്കെ ക്ലീൻ ചെയ്ത് കർത്താവ് അവിടെ കിടന്ന് കഷ്ടപ്പെടാന്ന് തോന്നു. ഒരാൾ സഹായിക്കാനല്ലാതെ യേശു ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യണോ? ആണോ? അതാണോ അവിടെ വചനം ഉദ്ദേശിക്കുന്നത്? യേശു പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകും, എൻ്റെ കൂടെ നിങ്ങളെ വാഴിക്കും എന്നാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട്. അതിനി പണിയേണ്ട ആവശ്യമില്ല. അത് ദൈവം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യേശു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ ഈ ഇടതും വലതും തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ദൈവരാജ്യം അവകാശമാക്കുന്നവരെ ലോകസ്ഥാപനത്തിന് മുൻപ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വചനത്തിൽ പറയുകയാണ്, ഞാൻ പോയി സ്ഥലം ഒരുക്കും. അപ്പോൾ ആ സ്ഥലം ഒരുക്കുന്ന പ്രക്രിയ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അത് മറ്റൊന്നുമല്ല, യേശു അല്ലാതെ മറ്റൊരാൾക്കും അവിടെ പ്രവേശിക്കാൻ യോഗ്യതയില്ലായിരുന്നു.
എനിക്ക് യോഗ്യതയില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ സിബി ബ്രദറിന് യോഗ്യതയില്ല. നമുക്ക് ആർക്കും ഈ ദൈവരാജ്യത്തിൽ ചെല്ലാൻ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. പാപികളായിരുന്നു, ബലഹീനരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സകല മനുഷ്യരെയും ദൈവരാജ്യത്തിൽ എത്തിക്കേണ്ടതിന് ദൈവം ഒരു ഒരുക്കം നടത്തി. ആ ഒരുക്കമാണ് കാൽവരിയിലെ ക്രൂശ് മരണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ കാൽവരിയിൽ ക്രൂശിതനായി സ്വർഗത്തിലെ ഏകവാതിലായ, സ്വർഗത്തിൻ്റെ ആദ്യ സന്താനമായ, സ്വർഗത്തിലേക്ക് കയറുന്ന ദൈവത്തിൻ്റെ ആ പുത്രനായ ക്രിസ്തു ആ വലിയ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് നമ്മളോട് പറഞ്ഞു, നമുക്ക് വേണ്ടി അവനിതാ ഒരുക്കി കഴിഞ്ഞു. നമുക്കുള്ള സ്ഥലം അവൻ ഒരുക്കി. അവൻ്റെ ഒരുക്കം അവൻ കാൽവരിയിലെ ക്രൂശിലൂടെ തീർത്ത് നമ്മളോട് പറയുക, മക്കളെ വാ, കയറുവാ. മക്കളെ, എൻ്റെ ശിഷ്യരാണെങ്കിൽ, എന്നോടൊപ്പം ജീവിക്കുന്നവരാണെങ്കിൽ, എന്നിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിൽ എല്ലാ സഹനത്തിലും പീഡകളിലും അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ, അവൻ്റെ മരണത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഒരു ശിഷ്യന്, ക്രിസ്തു ശിഷ്യന്, അവന് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അവൻ എപ്പോ ഈ ഭൂമിയിൽ ആബ്സെന്റ് ആകുന്നു, അപ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്ത് അവൻ പ്രസന്റ് ആവുകയാണ്. യേശുവിനോടുകൂടെ വാഴുവാൻ യേശുവിൻ്റെ രാജ്യത്തിൽ അവൻ പ്രസന്റ് ആവുകയാണ്. എപ്പോൾ അവൻ ഇവിടെ ആബ്സെന്റ് ആകുന്നു, അവിടെ മുതൽ അപ്പോൾ ആ സെക്കൻഡിൽ ദൈവരാജ്യത്തിൽ അവൻ പ്രസന്റ് ആവുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജീവിതത്തിലായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പല കാര്യം ചെയ്യാൻ സാധിക്കും. പലതും, ഒത്തിരി കാര്യങ്ങൾ, സുവിശേഷം എഴുതാം, ലേഖനങ്ങൾ എഴുതാം, പലതും എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. അവനോടുകൂടെ വാഴുന്നതാണ് എനിക്കിഷ്ടം. അവന് വേണ്ടി സഹിച്ചെങ്കിൽ, അവന് വേണ്ടി പീഡകളേറ്റെങ്കിൽ, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ നീതിയുടെ കിരീടം അവൻ എനിക്ക് തരും. എനിക്കതിൽ യാതൊരുവിധ സംശയമില്ലെന്ന് അപ്പസ്തോലൻ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നതിന് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ അപ്പസ്തോലനായ പൗലോസ് തന്നെ തിമോത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, അവനോടുകൂടെ നമ്മൾ വാഴും, ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. ഈ ലേഖനത്തിനൊരു വളരെ പ്രത്യേകതയുണ്ട്. 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം അപ്പസ്തോലനായ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണ്, തൻ്റെ മരണലേഖനമാണ്. പോകുന്നതിന് മുൻപാണ് അപ്പസ്തോലൻ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഉറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യാശ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അവനോടുകൂടെ വാഴും എന്ന് പറയുക. അടുത്ത വാക്യം വായിക്കാമോ ബ്രദറെ? നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെ നിഷേധിക്കും. അവൻ നമ്മെ നിഷേധിക്കും. മൂന്നാമത്തെ വിഷയമാണ് പറഞ്ഞത്, നാം അവനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവനെ തള്ളി പറഞ്ഞാൽ അവൻ നമ്മെ, മത്തായി സുവിശേഷം 10-33 വാക്യം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിലും ഞാനും തള്ളി പറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളി പറയും. ഇത് ആരുടെ മുമ്പിലാണ് തള്ളി പറയുന്നു പറഞ്ഞിരിക്കുന്നത്? പിതാവിന്റെ മുൻപിൽ യേശു നമ്മളെ തള്ളി പറയും. ലൂക്കാസ് സുവിശേഷം 12-9 വാക്യം. ലൂക്കാസ് സുവിശേഷം 12-9 വാക്യം. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളി പറയപ്പെടും. അതായത് മത്തായി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പിതാവിന്റെ മുൻപിൽ ഞാൻ തള്ളി പറയും, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? ലൂക്കായിൽ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൂതന്മാരുടെ മുൻപിൽ ഞാൻ തള്ളി പറയും. അപ്പൊ 2 സ്ഥലത്ത് യേശുവിനെ തള്ളിക്കളയുന്നവൻ, യേശുവിനെ തള്ളി പറയുന്നു. ഇവിടെ പത്രോസ് തള്ളി പറഞ്ഞ ഒരു കഥ നമുക്കറിയാം. പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷേ പത്രോസ് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. ഈ പത്രോസ് തള്ളി പറഞ്ഞതുപോലെ വാക്കുകൊണ്ട് എവിടെയെങ്കിലും തള്ളി പറഞ്ഞൊരു രീതിയല്ല ഇവിടെ പറയുന്നത്. പകരം നമ്മുടെ ജീവിത പ്രശ്നം വരുമ്പോൾ, നമ്മുടെ പ്രതികൂലം വരുമ്പോൾ നമ്മുടെ ആശ്രയം മറ്റൊന്നിലേക്ക് പോവുക. യേശുവിനെ ആശ്രയിക്കേണ്ടവൻ യേശുവിൽ നിന്നും ആശ്രയം വിട്ട്, യേശുവിനോട് ചോദിച്ചിട്ടൊന്നും നടക്കുന്നില്ലെന്നേ, അതുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ അടുത്തിട്ട് പോവാം, വേറെ ആരെങ്കിലും ആശ്രയിക്കാം, മറ്റേതെങ്കിലും മനുഷ്യ വ്യക്തികളെ ആശ്രയിക്കാം, ഏതെങ്കിലും മറ്റ് രൂപങ്ങളെ ഇങ്ങനെ പലതിലേക്ക് ആശ്രയം പോകുന്നത് യേശുവിനെ തള്ളി പറയുന്നതിന് തുല്യമാണ്. അങ്ങനെ യേശുവിനെ തള്ളി പറഞ്ഞാൽ 2 സ്ഥലത്ത് യേശു നിന്നെ തള്ളി പറയും. എവിടേക്കാ? 1 പിതാവിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളി പറയും, 2 ദൂതന്മാരുടെ മുൻപിലും നിന്നെ തള്ളി പറയും. അതായത് അവൻ്റെ ജീവിതം വലിയ പ്രതികൂലങ്ങളിലേക്ക് വരും. അവനെ സംരക്ഷിക്കുന്ന ദൂതന്മാർ പോലും അവനിൽ നിന്നും മാറിപ്പോകും. അവനെ സംരക്ഷിക്കേണ്ട ദൈവിക ദൂതഗണങ്ങൾ പോലും, അവനെ ചിറകിൻ കീഴിൽ കാക്കേണ്ട ദൈവിക ദൂതന്മാർ പോലും അവനെ മാറി നിൽക്കും. ദൈവപിതാവ് അവന് അനുഗ്രഹം കൊടുക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ അവൻ തള്ളി പറയപ്പെടുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ വേർപെടും. 2 തരത്തിലും എല്ലാ രീതിയിലും ഒറ്റപ്പെടുന്ന സ്ഥലത്തേക്ക് കർത്താവ് നമ്മളെ തള്ളിക്കളയുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ?
ക്രിസ്തുവിനെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത്? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ ക്രിസ്തുവിലുള്ള ആശ്രയം മാറി ദൈവത്തിനെ കൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മറ്റതിലേക്കോ മറ്റു പലതിലേക്കോ ആശ്രയം വെക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത വാക്യം കൂടി നമുക്ക് വായിക്കാം. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി നിലകൊള്ളും, എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മൾ 3 വാക്യം വായിച്ചപ്പോഴും, അതായത് ആദ്യം വായിച്ചത് നമ്മൾ അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടെ ജീവിക്കും. ഒന്നാമത്തെ ഒരു വാഗ്ദാനമാണ് പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടെ നമ്മൾ ജീവിക്കും. 2, നമ്മൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. 2 വാഗ്ദാനങ്ങൾ നമുക്ക് നൽകി. 3-ാമത്തെ വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത് നാം അവിശ്വസ്തരായിരുന്നാലും അല്ലല്ല, അതിന് മുമ്പുള്ളത് നാം അവനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ നിഷേധിക്കും. നാം നിഷേധിച്ചില്ലെങ്കിലോ അവനെ ഏറ്റുപറഞ്ഞാലോ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ അവൻ നമ്മുടെ നാമവും നമ്മുടെ പേരും ഏറ്റു പറയും. യേശുവിന്റെ മുൻപിൽ, അല്ല പിതാവിന്റെ മുൻപിൽ, ദൂതന്മാരുടെ മുൻപിൽ എല്ലായിടത്തും അവൻ നമ്മുടെ നാമം ഏറ്റു പറയും എന്നുകൂടെ വാഗ്ദാനം നമ്മൾ സുവിശേഷത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വചനം പറയുകയാണ്, നമ്മൾ അവനെ നിഷേധിച്ചാൽ തള്ളിക്കളയും, അവൻ നമ്മളെ നിഷേധിക്കും. എന്നാൽ അവനെ സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ അവന്റെ നാമം ഏറ്റുപറഞ്ഞാൽ, മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയുന്ന പറയുന്നത് സുവിശേഷം പറയുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ യേശുവാണ് എൻ്റെ രക്ഷകരെന്ന് ഏറ്റുപറയുന്നതാണ്. അപ്പൊ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ സന്നിധിയിലും നമ്മെക്കുറിച്ച് അവൻ ഏറ്റുപറയും. എന്നാൽ അടുത്ത കാര്യം വരുമ്പോൾ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു കുറവുണ്ടാവില്ല. ബാക്കിയുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നേരെ തിരിച്ചല്ലേ പറഞ്ഞേ, അവൻ തള്ളിപ്പറയും അല്ലേ? നമ്മൾ തള്ളിക്കളഞ്ഞാൽ അവനും തള്ളിപ്പറയും. വിശ്വസ്തരല്ലെങ്കിൽ, അല്ലെങ്കിൽ അവനോട് കൂടെ മരിച്ചില്ലെങ്കിൽ അവനോടുകൂടി ജീവിക്കാൻ പറ്റത്തില്ല. അതിന് ഇത് കഴിഞ്ഞ് പറഞ്ഞു, അവനോടുകൂടെ ആയിരുന്നാൽ മാത്രമേ, ഉറച്ചു നിന്നാൽ മാത്രമേ അവനോടുകൂടെ വാഴാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവനോട് വാഴാൻ പറ്റത്തില്ല. ഇതെല്ലാം പറഞ്ഞു. പക്ഷെ അവസാനത്തെ കാര്യം വന്നപ്പം അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയുന്നത്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി തന്നെ നിലകൊള്ളും, അവൻ അവിശ്വസ്തത ഒന്നും കാണിക്കത്തില്ല. ഇതാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പവർ, അവന്റെ സ്വഭാവം. അവന്റെ ആ സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് അസാധ്യമായി വല്ലതുമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്നാണ് അതിനർത്ഥം. ദൈവത്തിന് അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്. അവൻ അവിശ്വസ്തനാകാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞ കാര്യം അവന് മാറ്റി പറയാൻ പറ്റത്തില്ല. അവനൊരിക്കലും അവിശ്വസ്തനാകുക അവൻ അസാധ്യമാ, പാപം ചെയ്യുക അവൻ അസാധ്യമാ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ദൈവത്തിന് അസാധ്യമാണെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാം. വചനം പറയുകയാണ്, നാം അവിശ്വസ്തത കാണിച്ചാലും, കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. മനുഷ്യൻ അവിശ്വസ്തത കാണിക്കും, പലപ്പോഴും അവൻ വീണുപോകും. പല രീതിയിൽ ദൈവത്തോട് അവൻ അവിശ്വസ്തത കാണിക്കും. അങ്ങനെ കാണിച്ചാലും വചനം പറയുകയാണ്, അവൻ വിശ്വസ്തനായിരിക്കും. ഈ വാക്യം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്തു പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട്. കാരണം നിങ്ങൾ ശ്രമിക്കും വിശ്വസ്തത കാണിക്കാൻ, നിങ്ങൾ ശ്രമിക്കും പിടിച്ചു നിൽക്കാൻ, നിങ്ങൾ ശ്രമിക്കും പാപത്തിൽ വീഴാതെ ജീവിക്കാൻ, നിങ്ങൾ ശ്രമിക്കും എല്ലാ രീതിയിലും മുന്നോട്ട് പോകുക, അനുഗ്രഹം പ്രാപിക്കുക, എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കും. പക്ഷേ കർത്താവിനറിയാം, ഈ മൺകൂടാരത്തിലായിരിക്കുന്ന, ഈ ബലഹീനമാക്കപ്പെട്ട ശരീരത്തിലായിരിക്കുന്ന വ്യക്തികൾ ഒരു പക്ഷെ വീണു പോയേക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണു പോയേക്കാം. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചാലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്ന, നിന്നെ കാത്തു പരിപാലിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, അവൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല. അവൻ എപ്പോഴും നമുക്ക് വേണ്ടി ചേർന്നിരിക്കുന്ന ഒരു ദൈവം. യേശു പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാക്കുന്നത് പോലെ ഇസ്രായേലെ, എത്ര പ്രാവശ്യം നിന്നെ കാക്കാൻ, എത്ര പ്രാവശ്യം നിന്നെ സംരക്ഷിക്കാൻ ഞാൻ പ്രവാചകന്മാരെ അയച്ചു, എന്നാൽ നിങ്ങൾ അവരെ കൊന്നു, അവരെ കല്ലെറിഞ്ഞു, അവരെ നശിപ്പിച്ചു, അവരെ ഇല്ലാതാക്കി. അതിനുശേഷം ഇനി എപ്പോ എന്റെ നാമത്തിൽ വരുന്നവരെ സ്വീകരിക്കുന്നുവോ അന്ന് മാത്രമേ ഞാൻ ഇനി നിന്റെ അടുത്തോട്ട് വരത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴും ഇസ്രായേലിനെ തള്ളിക്കളയാത്തൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. അവിശ്വസ്തരായ, ഒരു വിശ്വസ്തതയും കാണിക്കാത്ത, ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെട്ട, ദൈവജനമെന്ന് പൂർണ്ണമായി അഭിമാനിക്കപ്പെട്ട പിതാക്കന്മാരവരുടേത്, പ്രവാചകന്മാരവരുടേത്, വാഗ്ദാനങ്ങൾ അവർക്ക്, ക്രിസ്തുവും അവരിൽ നിന്ന്, സകലതും അവരിൽ നിന്ന് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടും, എല്ലാ മേഖലകളും അവരിൽ നിന്നെന്ന് പറഞ്ഞിട്ടും അവരുടെ അവിശ്വസ്തത നമുക്ക് രക്ഷയായി മാറി എന്ന് വചനം പറയുകയാണ്. അവർ അവിശ്വസ്തത കാണിച്ചിട്ടും
പിന്നെയും പറയാ, ഇസ്രായേലെ ഞാൻ നിന്നെ മറക്കത്തില്ല, ഇസ്രായേലെ ഞാൻ നിന്നെ മറക്കത്തില്ല. ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ അമ്മ തന്നെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറയുന്ന വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവജനമാകുമ്പോൾ, ദൈവത്തിൻ്റെ മകനായി മകളായി മാറുമ്പോൾ ദൈവം തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ബാക്കിയെല്ലാം നമ്മളൊരു പാലം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചാലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ ഒരു മാറ്റവും ഇല്ല, ഒന്നും ഒരു രീതിയിൽ മാറ്റാത്തവൻ. നമ്മൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. 1-ാം മണിക്കൂറിൽ വന്നവനും 2-ാം മണിക്കൂറിൽ വന്നവനും അവസാന മണിക്കൂറിൽ വന്നവനും ഒരേ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞ്, നിത്യജീവനാകുന്ന ഒരേ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസ്തത കാണിച്ച ഒരു സർവശക്തനായ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ വീണു പോയിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ പാപത്തിൽ ജീവിച്ചിട്ടുണ്ട്, പാപത്തിന്റെ മാർഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാകിയാൽ, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാകിയാൽ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ, ഈ ജീവിതത്തിലായിരിക്കുമ്പോഴെല്ലാം കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ്, വീണ്ടും വീണ്ടും സാധ്യതകളെ തുറന്ന്, വാതിലുകളെ തുറന്നു തരുന്ന ദൈവം. കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്തു പോവുകയാണെങ്കിൽ ഇന്നെങ്കിലും നീ അവിടുത്തെ ശബ്ദം കേട്ടെങ്കിൽ, അവിടുത്തെ സ്വരം ശ്രവിച്ചെങ്കിൽ, ഇസ്രായേലേ, ഇന്നെങ്കിലും എന്റെ സ്വരം നീ ഒന്ന് ശ്രവിച്ചെങ്കിൽ, എന്റെ ശബ്ദം നീ ഒന്ന് കേട്ടെങ്കിൽ നീ രക്ഷ പ്രാപിച്ചേനെ എന്ന് പറയുന്ന കർത്താവ് ഇന്ന് ഈ രാത്രിയിൽ നമ്മളോട് പറയുകയാണ്, അവിടുത്തെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ, അവിടുത്തെ സ്വരം ഒന്ന് ശ്രവിക്കുവാൻ ഈ രാത്രി കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ്, ഞാൻ പാപിയാ, ഞാൻ ബലഹീനനാ, യോഗ്യതയില്ലാത്തവനാ, ഒരു ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ലാത്തവനാ. നിന്റെ കണ്ണ് കണ്ടിട്ടും, നിന്റെ വാക്കുകൾ ശ്രവിച്ചിട്ടും, നിന്റെ സകലതും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും വചനം മനസ്സിലാക്കിയിട്ടും പലപ്പോഴും കർത്താവ് ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. നിങ്ങൾ ബലഹീനരായ മനുഷ്യർ, പാപിയായ, അരിഷ്ടരായ, ഈ ജഡികനായ മനുഷ്യനെ അവിടുന്ന് വീണ്ടെടുക്കണമേ, അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, അവിടുന്ന് വീണ്ടും പുതുക്കി പണിയണമേ. അപ്പാ കർത്താവ്, ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ദൈവസന്നിധിയിൽ യോഗ്യതയുള്ളവനാക്കി ഞങ്ങളെ മാറ്റണമേ. അവിടുത്തോടുകൂടെ വാഴുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തോടുകൂടെ മരിച്ച് അവിടുത്തോടുകൂടെ ജീവിക്കുവാൻ, അവിടുത്തോടുകൂടെ മരണപ്പെട്ട് അവിടുത്തോടുകൂടി ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.